ജലദോഷത്തിനും ചുമയ്ക്കുമായി ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയെത്തിയ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ. എഴുതി കൊടുത്ത മരുന്ന് കുടിച്ച് അവർ വഴുതി വീണത് മരണത്തിലേക്കും. മധ്യപ്രദേശിൽ കപ്പ് സിറപ്പ് കുടിച്ച് വൃക്ക തകരാറിലായി കഴിഞ്ഞ ദിവസം 2 കുട്ടികൾ കൂടി മരിച്ചതോടെ ചുമമരുന്ന് കഴിച്ചുള്ള കുട്ടികളുടെ മരണം 23 കോൾഡ്രിഫ്, റെസ്പി ഫ്രഷ് TR, റീ ലൈഫ് എന്നീ 3 കപ്പ് സിറപ്പുകളാണ് വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. കോൾഡ്രിഫ് സിറപ്പിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് ഈ മരണങ്ങളെല്ലാം തന്നെ ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. സർക്കാർ ലാബുകളിൽ നടത്തിയ പരിശോധനയിൽ കോൾഡ്രിഫിൽ അപകടകരമാം വിധം ഉയർന്ന അളവിൽ ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. ആന്റിഫ്രീസ് പോലുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വിഷരാസവസ്തുവാണിത്. ചെറിയ അളവിലുള്ള ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ പോലും വൃക്കകളെയും കരളിനെയും തകരാറിലാക്കുകയും ഗുരുതരമായ കേസുകളിൽ മരണത്തിന് കാരണമാവുകയും ചെയ്യും. വാർത്താ ഏജൻസിയായ PTIയുടെ റിപ്പോർട്ട് പ്രകാരം 3 സിറപ്പുകളിൽ ഒന്നുപോലും കയറ്റുമതി ചെയ്തിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറമെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ നിയമവിരുദ്ധമായ വ്യാപാരത്തിലൂടെ വ്യാജമോ അനിയന്ത്രിതമോ ആയ പതിപ്പുകൾ ഇപ്പോഴും വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഗോള ആരോഗ്യ ഏജൻസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിറപ്പുകൾ ഒഴിവാക്കണമെന്നും എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും അറിയിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. ഇന്ത്യയുടെ കേന്ദ്ര മരുന്ന് നിയന്ത്രണ സ്ഥാപനമായ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സിറപ്പുകൾ നിർമ്മിച്ച നിർമ്മാണ യൂണിറ്റിലെ ഉൽപാദനം നിർത്തിവെക്കുകയും രാജ്യത്തുടനീളം സമാനമായ ഉൽപ്പന്നങ്ങളിൽ വ്യാപകമായ പരിശോധനകൾക്ക് ഉത്തരവിടുകയും ചെയ്തു കഴിഞ്ഞു. കടകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും നിലവിലുള്ള എല്ലാ സ്റ്റോക്കുകളും നീക്കം ചെയ്യാനും സംസ്ഥാന അധികാരികൾക്ക് നിർദ്ദേശം നൽകി. മറ്റ് രാജ്യങ്ങളിൽ വിഷാംശം അടങ്ങിയ കപ്പ് സിറപ്പുകൾ കുട്ടികളുടെ മരണത്തിന് കാരണമായ മുൻകാല സംഭവങ്ങളുടെ തുടർച്ചയായാണ് ഈ ദുരന്തത്തെയും കാണുന്നത്. ചെറുകിട മരുന്ന് നിർമ്മാതാക്കളുടെ ഗുണനിലവാര നിയന്ത്രണത്തിന്റെയും ശക്തമായ മേൽനോട്ടത്തിന്റെയും അടിയന്തര ആവശ്യകതയാണ് പുതിയ കേസ് കാണിക്കുന്നതെന്നും വിദഗ്ധർ പറയുന്നു. നിരോധിത സിറപ്പുകൾ കുട്ടികൾക്ക് നൽകുന്നത് ഉടനടി നിർത്താൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ മാതാപിതാക്കളോടും ഡോക്ടർമാരോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കപ്പ് സിറപ്പ് കഴിച്ചതിനു ശേഷം ഛർദി, വയറുവേദന, മൂത്രമൊഴിക്കുന്നതിൽ കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ കുട്ടിയിൽ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ. മരുന്നുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. വിഷാംശം കലർന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് അധികൃതർ. ജലദോഷം, പനി, ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ എന്നിവയ്ക്ക് പ്രായഭേദമന്യേ എല്ലാവരും സാധാരണയായി കുടിക്കുന്ന മരുന്നാണ് കപ്പ് സിറപ്പുകൾ. തൊണ്ടവേദനയും ജലദോഷവും പെട്ടെന്ന് സുഖപ്പെടാൻ വേണ്ടി ആളുകൾ കപ്പ് സിറപ്പുകൾ പലപ്പോഴും കുറിപ്പടി പോലും ഇല്ലാതെ വാങ്ങാറുണ്ട് എന്ന കാര്യവും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും കപ്പ് സിറപ്പുകളുമായി ബന്ധപ്പെട്ട നിരവധി മരണങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ സംസ്ഥാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.